ഉംലുജ് സൈറ്റിലെ കംപ്ലൈൻസ് ഒക്കെ നമ്മൾ റെഡിയാക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. മലയാളി ഹോട്ടലിൽ ചെന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചപ്പോ ഒരിടത്ത് എത്തിയപ്പോ അത് പൂട്ടി. പിന്നെ ഇവർ തന്നെ വേറൊരു ഹോട്ടലും കൂടി ഉണ്ടാവും. നേരെ പിന്നെ അങ്ങോട്ട് പോയി നോക്കി. ഓരോട് ചോദിച്ചപ്പോൾ അവിടെയുള്ള എല്ലാവരും ലീവിന് പോയതാന്നാ ഓര് പറയണത്. അവിടുന്ന് നല്ല പൊറാട്ടി മുട്ടറോസ്റ്റ് കഴിച്ച് നമ്മളെ ഫരീദ് ഭായിനോട് യാത്രയും പറഞ്ഞ് നമ്മളവിടുന്ന് പോകുന്നു. ഇനി ഉംലുജിന്റെ ബീച്ച് സൈഡിലൂടെ നമ്മൾ നേരെ യാമ്പൂക്ക് വെച്ച് പിടിക്കണം. കടലൊക്കെ എന്താന്നറിയില്ല, നല്ല രസത്തിൽ കിടക്കുന്നുണ്ട്, നല്ല നീല വെള്ളം. അവിടെ ഒന്ന് ഇറങ്ങി നോക്കിയാലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ തോന്നി വേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ജിദ്ദയിൽ എത്തിയാൽ മതി എന്നുള്ളൊരു മൈൻഡ്. പോണ വൈകി നമ്മളെ കമ്പ്യൂട്ടറിൽ 1-2 കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്ടായി. ഇതൊക്കെ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ ചെക്ക് ചെയ്ത്. ഉംലുജിന്ന് യാമ്പൂക്ക് ഒരു 2 മണിക്കൂറിന്റെ അടുത്ത യാത്ര വരുന്നുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനില്ലല്ലോ, നേരെ പോന്നാൽ യാമ്പൂല് നമുക്ക് 2 സൈറ്റ് വരുന്നുണ്ട് കേട്ടോ. അവിടെ ആദ്യത്തെ സൈറ്റിൽ ഒന്ന് കയറി നോക്കി. ഫസ്റ്റ് അവിടുത്തെ സൂപ്പർവൈസറിനെയും കണ്ട്. അവിടെ പ്രത്യേകിച്ച് കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. കൊറിയാത്തിലെ നല്ല തണുപ്പത്ത് നമ്മൾ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോ യാമ്പൂൽ എത്തിയപ്പോ അന്തം വിട്ട ചൂടാ. ഉച്ച സമയത്ത് 14 ഡിഗ്രിയും 15 ഡിഗ്രിയൊക്കെ ഉള്ള സമയത്ത് യാമ്പൂൽ എത്തിയപ്പോ ഈ സമയത്ത് 30 ഡിഗ്രി. അന്നിറങ്ങി യാമ്പൂൽ തന്നെ അടുത്ത സൈറ്റിൽ നമ്മൾ കയറി. അവിടെ എത്തിയപ്പോ അവിടുത്തെ കംപ്ലൈന്റ് എന്താ വെച്ചാൽ അവിടുത്തെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണില്ല, CPU വർക്ക് ചെയ്യണില്ല. എന്താ സംഭവം? അതിനിപ്പോ സർവീസിന് കൊടുക്കണം. അപ്പൊ നേരെ വണ്ടിയിൽ കയറ്റിട്ട് രാവിലെ നമ്മൾ ആ പൊറാട്ട അടിച്ച് മിഞ്ഞോണ്ട് നമുക്ക് ഉച്ചക്ക് വല്ലാതെ വിശപ്പില്ല. അപ്പൊ വരുന്ന വൈക്ക് ഒരു പെട്രോൾ പമ്പിൽ കയറി ഊഫിയിൽ കയറി. അവിടെ നിൽക്കുന്നത് ഒരു മലയാളിക്കാക്കയാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു ജ്യൂസും താമയെ കഴിച്ചോളൂ. ഈ കാണുന്ന പമ്പിൽ ഇതാണ് അവരുടെ ഷോപ്പ് വരുന്നത്. മൂപ്പര് ഇവിടെ 10-25 കൊല്ലം കേട്ടോ. നമ്മൾ അരീക്കോട് ഉള്ള ഒരു കാക്കയാണ്. അവരോട് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മൾ പൈസയും കൊടുത്ത് അവിടുന്ന് പോകുന്നു. ഇനി നമുക്ക് യാമ്പൂന്ന് ജിദ്ദയ്ക്ക് ഒരു 3 മണിക്കൂറും കൂടി ഓടാനുണ്ട്. ഇനിയിപ്പോ നമുക്കൊരു സൈറ്റും കൂടി കയറി നോക്കാനുണ്ട്. കാലം ഇപ്പൊ നമ്മൾ സമയക്കുറവുകൊണ്ട് നമ്മൾ കയറുന്നില്ല. കാരണം എല്ലാവരും നല്ല ടയർഡ് ആയിക്കണം. 15 മണിക്കൂർ സമയം പറഞ്ഞപ്പോൾ 24 മണിക്കൂർ ആയിക്കണം. കുറെ ആൾക്കാർ നമ്മൾ വീഡിയോ കണ്ടു പോകല്ലാതെ ലൈക്ക് അടിക്കണില്ല. എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവണില്ല. നമ്മളെ വീഡിയോക്ക് നല്ല അഭിപ്രായം മോശം അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലേക്ക് ഒന്ന് അറിയിക്കും. നമ്മളെ ജിദ്ദ ടവറൊക്കെ നല്ല വലുപ്പം വെച്ച് പണിയൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കേണ്ടത് തോന്നുന്നു. നമ്മളെ ദുബായിലെ ബുർജ് ഖലീഫിനെ കടത്തി വെട്ടാനുള്ള സാധനമാണ്. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ജിദ്ദയിൽ എത്തിക്കണം. ഒരു 3 മാസത്തിന് ശേഷം നമ്മൾ തട്ടകത്തിലേക്ക് തിരിച്ചെത്തി. റൂമൊക്കെ അത് അങ്ങനെ കിടക്കണം. നിസ്ഫിൽ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഓനാണെങ്കിൽ ലീവിന് പോയി. നമ്മളെ പുതിയാപ്പിള അനസ് ഓന്റെ കല്യാണം കഴിഞ്ഞ് ലീവും കഴിഞ്ഞ് ഓനും തിരിച്ചെത്തി. ഇനി പോകണ്ടാവും നമ്മളെ കൂടെ ഇവിടെ. രാത്രിയായപ്പോൾ ഒരു വിളി വന്ന് അർജന്റായിട്ട് ഒരു സൈറ്റ് പോരും പോയി. എന്നിട്ട് ഒറ്റ